നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാൻ കർമ്മ പദ്ധതി. വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം നടന്നു. വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനജാഗ്രതാ സമിതി രൂപീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് നിർദ്ദേശം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് അലേർട്ട് നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ സാധ്യതയും പഠനവിധേയമാക്കും. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി ആദ്യഘട്ടമായി 153.3 ലക്ഷം രൂപ അനുവദിച്ചു. ജനകീയ സമിതിക്ക് രൂപ നൽകും. വടക്കാഞ്ചേരിയുടെ വികസന കുതിപ്പിലേക്ക് 2 ബൃഹത് പദ്ധതികൾ. വടക്കാഞ്ചേരി ബൈപ്പാസും മാറാത്തകുന്ന് എങ്കക്കാട് റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലവും. പദ്ധതികളുടെ യാഥാർത്ഥ്യത്തിന് സജീവ നേതൃത്വം നൽകി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾക്കായി DPR തയ്യാറാക്കുന്നതിന് നടപടി. അത്താണിക്കിനി നാടക ദിനങ്ങൾ. തരങ്കിണി നാടകോത്സവം വീണ്ടും. നവംബറിൽ നാടകങ്ങളെ പ്രണയിക്കുന്നവർക്ക് ഉത്സവ ദിനങ്ങൾ. നവംബർ 6 മുതൽ 10 വരെ നാടകോത്സവം. പച്ചക്കുതിര, നേര, വാഴ്വേമായം, വെളിച്ചം, കല്യാണം എന്നീ സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ അരങ്ങിലെത്തും. നന്മയുടെ സുന്ദര ഓണം ആഘോഷിച്ച വടക്കാഞ്ചേരിയിലെ മാധ്യമപ്രവർത്തകർ. പ്രസ് ക്ലബ് ഓണാഘോഷം മാധ്യമപ്രവർത്തകരുടെ സ്നേഹ കൂട്ടായ്മയായി വിവിധ ഓണപരിപാടികൾ നടന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ V മുരളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ വാർദ്ധക്യം, ആയുഷിലൂടെ ആരോഗ്യത്തിലേക്ക് സന്ദേശം. കൈപ്പറമ്പിൽ വയോജന മെഡിക്കൽ ക്യാമ്പ്. നാഷണൽ ആയുഷ് മിഷൻ, സംസ്ഥാന സർക്കാർ, ആയുഷ് വകുപ്പ്, ഹോമിയോ വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പിന് നേതൃത്വം. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും താൽപര്യമില്ല. തലപ്പള്ളി താലൂക്കിൽ വികസന സമിതി യോഗങ്ങൾ പ്രഹസനമാകുന്നു. ലഭിക്കുന്ന പരാതികളിൽ മറുപടി നൽകാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. വകുപ്പ് മേധാവികൾക്ക് താക്കീത് നൽകി തഹസിൽദാർ. പങ്കെടുക്കാത്തവരുടെ പട്ടിക കളക്ടർക്ക് കൈമാറുമെന്ന് മുന്നറിയിപ്പ്. അടാട്ട് പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ സ്നേഹകരുതൽ വാർത്ത. വാഗ്ദാനം പാലിക്കാനുള്ളതാണെന്ന് തെളിയിച്ച BJP മെമ്പർ ബിജീഷ്. 12ാം വാർഡിലെ പാരിക്കാട് ഉന്നതിയിലെ നിർധന കുടുംബത്തിന് വീടൊരുങ്ങുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം യാഥാർത്ഥ്യത്തിലേക്ക്. മോഹിനിക്ക് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാഫിയ തലവൻ എന്ന ആരോപണം. പോലീസ് സേനയിൽ അടിമുടി പുഴുക്കുത്തെന്ന് കുറ്റപ്പെടുത്തൽ. പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ. അത്താണിയിൽ DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ PJ രാജു ഉദ്ഘാടകൻ. തൃശൂർ ജനറൽ ആശുപത്രിയിൽ RMOയെ ഉപരോധിച്ച് രോഗികളും ബന്ധുക്കളും. ഡയാലിസിസ് രോഗികളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ചാണ് സമരം. ഇരിങ്ങാലക്കുട റൂറൽ SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സുശീലാദേവി ആക്ഷൻ കൗൺസിലും വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും. ചേലക്കര ഉപതിരഞ്ഞെടുപ്പ്. ഇടതുമുന്നണി ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കൺവീനർ TP രാമകൃഷ്ണൻ. ചേലക്കരയിൽ വിജയം സുനിശ്ചിതമെന്നും അവകാശവാദം. സ്ഥാനാർത്ഥി നിർണയം അടുത്ത ദിവസം നടക്കും. UR പ്രദീപ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യത. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടിന്റെ ഓണാഘോഷം വർണ്ണാഭം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് അവധി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആഘോഷം ഒഴിവാക്കിയ തുക നൽകും. ഓണപ്പരിപാടി മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ VK രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു.